അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. കാരണം ഈ ഒരു സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്. ഇപ്പം നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇപ്പം നമുക്കൊരു സമാധാനം കിട്ടിയേക്കാം. നമ്മുടെ ഭാവിയിൽ ഇത് നമുക്ക് തന്നെ തിരിച്ചടി വരും. ഉറപ്പാണതിന്. ഒരു മാറ്റവുമില്ല. ഇപ്പം നമ്മൾക്ക് വേറൊരാളുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അയാൾക്ക് ബുദ്ധിമുട്ടുകൾ വരണേ എന്നും പറഞ്ഞ് നമ്മൾ ഈ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ഇപ്പോൾ അയാൾക്ക് കിട്ടിയേക്കാം. പക്ഷെ പിന്നീട് നമ്മളിലേക്ക് തന്നെ അത് തിരിച്ചെത്തും. ഇൻഷാ അല്ലാഹ് അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യുക. ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുക. പിന്നീട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയെ മുറുകെ പിടിക്കുക. അല്ലാഹുവിന് തആലാക്ക് മാറ്റാൻ കഴിയാത്തതായിട്ടൊന്നും തന്നെ ഈ ദുനിയാവിലില്ല. നമ്മൾ അല്ലാഹുവിനോട് നമസ്കാരത്തിന് ശേഷം നമ്മൾ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നമസ്കരിക്കുക. ഫർള് നമസ്കാരങ്ങൾ 5 വഖത്ത് ഫർള് നമസ്കാരവും മുടങ്ങാതെ നമസ്കരിക്കുക. കാരണം നമ്മൾ നമുക്ക് വേണ്ടിയല്ല അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ടല്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ ആർക്കും ചോദിക്കാൻ വയ്യ, നമസ്കരിക്കാൻ വയ്യ. പക്ഷെ നമ്മുടെ നമ്മുടെ ആഗ്രഹവും ആവശ്യവുമല്ലേ നമുക്ക് സാധിച്ചു കിട്ടേണ്ടത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കൊണ്ടുവരിക. വേറെ പൈസയുടെ ചെലവോ അങ്ങനെ ബുദ്ധിമുട്ടോ ഒന്നും തന്നെയില്ല. കുറച്ച് സമയം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആരും തന്നെ നമസ്കാരം മുടക്കാതിരിക്കുക. കള ആക്കാതെ തന്നെ ഇരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ. ഇപ്പോൾ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാൻ നിൽക്കുന്ന കുട്ടികളും, പഠനത്തിന് പോകാൻ കഴിയാതെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നിൽക്കുന്ന കുട്ടികൾ, വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ നിൽക്കുന്നതും, ജോലി ഉണ്ടായിട്ടും പക്ഷെ ശമ്പളക്കുറവ്, കടക്കെണിയിൽ പെട്ടിരിക്കുന്നു, വീടിന്റെ ലോണ്, ഇപ്പോൾ കയ്യിൽ പൈസ ഉണ്ട് പക്ഷേ വിവാഹം അങ്ങോട്ട് ശരിയാകുന്നില്ല. അങ്ങനെ എന്ത് പ്രശ്നമായിക്കോട്ടെ, എല്ലാ പ്രശ്നത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന സ്വലാത്ത് നേർച്ചയാക്കിയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങുന്നതാണ്. പിന്നീട് ഒരു കാര്യം, ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു തോന്നലാൽ ആരും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും, എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം മനസ്സിൽ ആദ്യം കൊണ്ടുവരിക. അല്ലാതെ ഒന്ന് പരീക്ഷിക്കാം, കിട്ടിയാൽ കിട്ടും എന്നുള്ള ഒരു തോന്നലാൽ ആരും ചെയ്യേണ്ട, കിട്ടാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയെ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇത് ചൊല്ലാൻ തുടങ്ങും. നമസ്കാരത്തിന് ഏതെങ്കിലും ഒരു ഫർദ് നമസ്കാരത്തിന് ശേഷം ഓതാൻ ശ്രമിക്കുക. കാരണം നമസ്കാരത്തിന് ശേഷം എന്തായാലും നമുക്ക് വുളു ഉണ്ടാകും. നമ്മൾ നല്ല വൃത്തിയുള്ള വസ്ത്രമായിരിക്കും ഇട്ടിരിക്കുന്നത്, വൃത്തിയുള്ള സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമസ്കാരത്തിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന്. വെറും 20 മിനിറ്റ് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലി തീർക്കാവുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫർദ് നമസ്കാരത്തിന് ശേഷം കിബ്ലയ്ക്ക് മുന്നിട്ടിരിക്കുന്നു ഇരുന്നു കൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ സ്വലാത്ത് ചൊല്ലുക. ഈ സ്വലാത്ത് ചൊല്ലി തീരുന്നത് വരെ ആ നിസ്കാരപ്പായയിൽ നിന്ന് എണീക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആരുടെയും ശല്യമില്ലാത്തൊരു സമയം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ മക്കൾ വന്ന് ബുദ്ധിമുട്ടിക്കാത്ത സമയമോ അല്ലെങ്കിൽ ഫോൺ നോക്കാതിരിക്കുന്ന സമയമോ എപ്പോഴാണോ നിങ്ങൾക്ക് ഉത്തമം എന്ന് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുക. ഏതെങ്കിലും ഒരു ഫർദ് നമസ്കാരത്തിന് ശേഷം നമസ്കരിച്ചതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. എന്നിട്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിയ്യത്ത് വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞാൻ 101 ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാം. ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ഇന്ന ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ നിയ്യത്ത് വെക്കും. എന്നിട്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ 101 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, നിസ്കാരത്തിലൊക്കെ നമ്മൾ ചെല്ലാറുള്ളതുമാണ്. ഈ ഇബ്രാഹിമിയ സ്വലാത്ത് 101 പ്രാവശ്യം ചൊല്ലി തീർക്കുക. എന്നിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നമ്മുടെ പ്രയാസങ്ങളെല്ലാം തട്ടി നീക്കുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവരുടെ അവരുടെ പ്രയാസങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് പറയുക. അങ്ങനെയുള്ളവരെ അല്ലാഹുവിന് വളരെ വളരെ ഇഷ്ടമാണ്. കാരണം മറ്റുള്ളവരുടെ പ്രയാസത്തിൽ വിഷമം അനുഭവിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും തള്ളിക്കളയുകയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുക, നമ്മളിലേക്ക് അല്ലാഹു കണ്ണ് തുറക്കുക തന്നെ ചെയ്യും.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിയത്താക്കി 101 ഇബ്രാഹിമിയ സ്വലാത്ത് നിയത്താക്കിയിട്ട് ഇന്ന് തന്നെ ചൊല്ലിത്തുടങ്ങിക്കോ. നിങ്ങളുടെ എന്താവശ്യങ്ങളായിക്കോട്ടെ, എന്താഗ്രഹങ്ങളായിക്കോട്ടെ, 3 ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾക്ക് നടന്ന് കിട്ടുക തന്നെ ചെയ്യും. രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം ചൊല്ലിയിട്ട് കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.